السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള മുജാഹിദ് പ്രവർത്തകരെ, സഹൃദയരായ നാട്ടുകാരെ, ശ്രോതാക്കളെ, സർവാധിനാഥനായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തെയാകെ ഇളക്കിമറിച്ച ലൈറ്റ് ഇസ്ലാമിക് എക്സിബിഷൻ ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. കേരളത്തിൽ ഏതാണ്ട് 100ഓളം കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള എക്സിബിഷൻ സംഘടിപ്പിക്കാൻ ISMന് സാധിച്ചു എന്നത് ഈ കാലയളവിൽ നാം നടത്തിയിട്ടുള്ള വലിയ ഒരു ദഅവ മുന്നേറ്റത്തിന് ISMന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഇതിനർത്ഥം. പല സ്ഥലങ്ങളിലും പോയി നോക്കുമ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഈ എക്സിബിഷനുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട വിഷയം വളരെ വിപുലമായ ചർച്ചകൾക്ക് വിധേയമാകേണ്ട ഒരു വിഷയമാണ്. വളരെ ചുരുങ്ങിയ സമയമാണ് അധ്യക്ഷൻ നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറയാണെന്ന് ആയത്തും ഹദീസും ഉദ്ധരിച്ച് സമർത്ഥിക്കേണ്ട ഒരു സദസ്സല്ല ഇത് എന്നെനിക്കറിയാം. എന്നിരുന്നാലും അതിനെ സംബന്ധിച്ച് പുതുതായി ഉണ്ടാക്കപ്പെടുന്ന വസ്വാസുകൾ എക്കാലത്തും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രബോധനം ആരംഭിച്ച 1-ാം തീയതി മുതൽ ഇന്ന് വരെയും നാം പ്രഥമവും പ്രധാനവുമായ സ്ഥാനം കൽപ്പിച്ചിട്ടുള്ളത് തൗഹീദിനാണ്. കാരണം നാം പ്രബോധന രംഗത്ത് നബിമാരെ മാതൃകയാക്കുന്നവരാണ്. നബിമാരുടെ പ്രബോധന ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബിമാര് വന്ന നാട്ടിൽ ഒരുപാട് ജീർണതകൾ സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും കുടുംബ രംഗത്തും വിവിധ രംഗങ്ങളിൽ വിവിധങ്ങളായ ജീർണതകൾ തലപൊക്കി നിന്ന കാലത്തും ഏറ്റവും വലിയ ജീർണതയായി പ്രവാചകന്മാർ കണ്ടത് തൗഹീദിന്റെ നേർവിരുദ്ധമായ ശിർക്കിനെയായി. ശിർക്കിനെ ഇല്ലായ്മ ചെയ്ത് തൗഹീദിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നതാണ് പ്രവാചകന്മാർ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യം. ഏറ്റവും വലിയ ജീർണത ശിർക്കാണെന്നും മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന മറ്റെല്ലാ ജീർണതകളും താരതമ്യേന അതിൽ താഴെയാണെന്നും ഈ സമുദായത്തെ ആവർത്തിച്ചു പഠിപ്പിക്കാൻ നമുക്ക് പ്രചോദനമേകിയത് അമ്പിയാക്കളുടെ പ്രവർത്തന ശൈലിയാണ്. നബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ വന്ന നാടുകളിൽ വേറെ ജീർണത ഇല്ലാത്തത് കൊണ്ടല്ല. 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിന്റെ ദൗത്യവുമായി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീർണതകൾ നാം പലവട്ടം കേട്ടതാണ്. ജാഹിലിയ്യത്തിന്റെ വിവിധ രൂപങ്ങൾ, വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ഒരുപാട് ജീർണതകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ മദ്യവും മദിരാക്ഷിയും എമ്പാടും ഉണ്ടായിരുന്നു. സാമ്പത്തിക രംഗത്ത് പലിശയുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. സ്ത്രീകളെ അപമാനം പറയുന്ന കൊഴിച്ചുകൂടിയിരുന്നു. അവർക്ക് സ്വത്തവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. ആർത്തവകാലത്തും മറ്റും അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. മാത്രമല്ല ഭരണരംഗത്ത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ ഗോത്രഭരണമാണ് നിലനിന്നിരുന്നത്. പുതിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാളെല്ലാം ഉപരി എടുത്തു പറഞ്ഞത് കാലക്ക് ചുറ്റും ആരാധിക്കപ്പെട്ടിരുന്ന ബിംബങ്ങളെ സംബന്ധിച്ച്, ആ ബിംബങ്ങൾ ഉയർത്തപ്പെടുന്ന ചെറുക്കാവുന്ന ജീർണതയെ സംബന്ധിച്ചാണ് പ്രഥമവും പ്രധാനവുമായി ആ നാട്ടിലെ ജനങ്ങളോട് പഠിപ്പിച്ചത്. അവിടെ ആരാധിക്കപ്പെടുന്ന കബറുകളുണ്ട്.
ആരാധിക്കപ്പെടുന്ന പ്രതിഷ്ഠകളുണ്ട്. അതിന്റെ പിന്നാലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിക്കുകയും പ്രബോധനം നടത്തുകയും ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. ഈ മുൻഗണനാക്രമത്തെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്നും എന്നും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവും ആർക്കും സംഭവിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതെല്ലാം ചില പുകമറകൾ സൃഷ്ടിക്കുക മാത്രമാണ്. ആർക്കും ഇവിടെ ആ മുൻഗണനാക്രമത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സമുദായത്തിന്റെ നീറുന്ന 100 പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് ഈ തൗഹീദും ശിർക്കും പറഞ്ഞ് കാലം കഴിക്കുകയാണ് എന്നാക്ഷേപിച്ചിരുന്ന ചില ആളുകളാണ് ഇപ്പോൾ അത്തരം പ്രചാരങ്ങളുമായി രംഗത്തുള്ളത്. മുമ്പ് ജമാഅത്തുകാർ പറഞ്ഞിരുന്നു, ഇപ്പോൾ മടവൂരികൾ പറയുന്നു. അവരെ ദേഷ്യം പിടിച്ച് പ്രചരിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ശ്മശാന വിപ്ലവം എന്ന് കളിയാക്കിയവർ അന്ന് ഉസ്മാൻ ഡോക്ടറിന് മറുപടി കൊടുത്തു, ശരിയാണ്, ഞങ്ങൾ ഉണ്ടാക്കുന്ന വിപ്ലവം ശ്മശാന വിപ്ലവം തന്നെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ വിപ്ലവം അത് ശ്മശാന വിപ്ലവമായിരുന്നു. മക്ക ഫതഹിനോടനുബന്ധിച്ച് റസൂലുള്ളാഹിക്ക് മക്കയിൽ അധികാരം കിട്ടിയ സന്ദർഭത്തിൽ അലി ഇബ്നു അബീ താലിബിനെ വിളിച്ച് പറഞ്ഞതെന്താ? അല്ലാത്തത് അത്തിൻസാനൻ ഇല്ലാത്ത മസ്ത വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈത. എല്ലാവരും ഇസ്ലാമതം സ്വീകരിച്ചു, മുഴുവൻ ആളുകളും തൗഹീദിലേക്ക് കടന്നു വന്നു, ആരും ബാക്കിയില്ല. അങ്ങനെയുള്ള ഒരു നാട്ടിൽ പിന്നെ ശിർക്കിന്റെ പ്രതിഷ്ഠകൾ, ശിർക്കിന്റെ പ്രതീകങ്ങൾ അവിടെ നിലനിൽക്കാൻ പാടില്ല. പൊതുസ്ഥലങ്ങളിൽ നിന്ന് ബാക്കിയാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ പൊതുസ്ഥലങ്ങളിൽ കാണുന്ന ഖബറുകൾ, ജാറകൾ, പൊതുസ്ഥലങ്ങളിൽ കാണുന്ന പ്രതിഷ്ഠകൾ അതെല്ലാം തുടച്ചു നീക്കാൻ, മാറ്റിവെക്കാൻ, നിരപ്പാക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുകയുണ്ടായി. എന്തിനധികം അവിടുന്ന് വഫാത്താകുന്നതിന്റെ ഏതാനും സമയം മുമ്പ് പോലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിരിമാനിൽ തലവെച്ചുകൊണ്ട് ആവർത്തിച്ചു പറഞ്ഞ വാചകം എന്താ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യൂദക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. അവരവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആവർത്തിച്ച് വീണ്ടും വീണ്ടും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഇത് പറഞ്ഞത്? മരിക്കാൻ നേരത്ത് തന്റെ വധവൈരികളായ യൂദക്രിസ്ത്യാനികളോട് ഹരിസം തീർക്കാൻ വേണ്ടി അവരെ പ്രാഗി പറഞ്ഞ് ശപിച്ച് ദേഷ്യം തീർത്തു പോവുകയാണോ? അല്ല. പലപ്പോഴും ശത്രുക്കളെ ശപിക്കാൻ പറഞ്ഞപ്പോൾ ഇന്നീലം ഉപഅസല ആനൻ, ഞാൻ ശപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രസ്താവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ആ സമയത്ത് അത് പറഞ്ഞത്? അത് കേട്ടുകൊണ്ടിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ ഹദീസിന്റെ വാക്യം അതാണ്, യുഹദ്ദിറു മാ സനഉ. മറ്റൊരു റിപ്പോർട്ടിൽ യുഹദ്ദിറു മിസ്ലൽ ലദീ സനഉ, അവർ പ്രവർത്തിച്ചതുപോലുള്ളത്, ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തതുപോലുള്ള പ്രവൃത്തി തന്റെ ഉമ്മത്തും ചെയ്യുമെന്നതിനാൽ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു, ഉമ്മത്തിന് താക്കീത് നൽകുകയായിരുന്നു. ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരെ നബിയുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയതുപോലെ നിങ്ങൾ എന്റെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കരുതേ എന്ന് ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങളെ, അപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം ആവേശം സ്വീകരിച്ചതും ആദർശം സ്വീകരിച്ചതും പ്രവാചക ചര്യയിൽ നിന്നാണ്. ആ പ്രവാചക ചര്യയാണ് ഇന്നും എന്നും പ്രബോധന രംഗത്ത് നമുക്ക് വഴികാട്ടിയായിട്ടുള്ളത്. ലോകത്തിന്റെ നാനാഭാഗത്ത് വന്നിട്ടുള്ള അമ്പിയാക്കൾ അവരെല്ലാവരും വിവിധ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിലാണ്, വിവിധ സാമൂഹിക പശ്ചാത്തലങ്ങളിലാണ് നിയോഗിക്കപ്പെട്ടത്. എന്നിട്ടും അവരൊക്കെയും അവരുടെ പ്രബോധനത്തിന്റെ കേന്ദ്രബിന്ദുവായി ആണിക്കല്ലായി സ്വീകരിച്ചത് തൗഹീദാണെങ്കിൽ അത് നമുക്കുള്ള പാഠം ഏതു നാട്ടിലും ഏത് കാലത്തും തൗഹീദിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന പാഠമാണ് നമുക്ക് നൽകുന്നത്. ആ പാഠമാണ് ഇസ്ലാഹി പ്രസ്ഥാനം അന്ന് മുതൽ ഇന്നുവരെ നിലനിർത്തിപ്പോരുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്നത്തെ അവസ്ഥ എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിലെ തൗഹീദ് പ്രവർത്തകരൊക്കെ നിർത്തിവെക്കാൻ മാത്രം എല്ലാവരും തൗഹീദ് ഉൾക്കൊണ്ട് ശിർക്കിനെ വലിച്ചെറിഞ്ഞ് സമ്പൂർണ്ണ ഏകദൈവ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ലെന്നു മാത്രമല്ല, ശിർക്കിന് പുതുപുത്തൻ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ശിർക്കിനെ നിലനിർത്താൻ വേണ്ടി ആയത്തും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ ശിർക്കന്മാർ വെനസുകയാണ്. അവർക്ക് എമ്പാടും പണമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, ആൾബലമുണ്ട്, അതുപോലെ തന്നെ കുതന്ത്രങ്ങളുണ്ട്, പലപ്പോഴും ഭരണരംഗത്തെ സഹായങ്ങളുണ്ട്. അങ്ങനെ അവർ ഈ നാട്ടിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ, ആ സ്വാധീനത്തെ പിൻബലത്തിൽ ഈ ശിർക്കൻ പ്രവൃത്തികളെ മുസ്ലിം ഉമ്മത്തിൽ അരക്കിട്ടുറപ്പിക്കാൻ കടഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? മുജാഹിദുകൾക്ക് സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പൊന്നും വില കൊടുത്തിട്ട് സ്ഥലം വാങ്ങിയിട്ട് അവിടെ പള്ളി ഉണ്ടാക്കുക.
അങ്ങനെ മുജാഹിദുകൾ മാത്രമുള്ള സ്ഥലം നിങ്ങൾക്ക് പറയാൻ കഴിയൂല. ഞങ്ങൾക്കുണ്ട് അവിടെ പള്ളി, സുന്നി മസ്ജിദ് എന്ന് പറഞ്ഞ എഴുതി വെക്കുക. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കാട് വരിക. അപ്പൊ ഇടവണ്ണ പള്ളിയുണ്ട്, ഇടവണ്ണക്കാരല്ല അവിടെ. ഇടവണ്ണയിലെ ഖുറാബി പള്ളിയിൽ ജുമഅക്ക് വരുന്നത് ആ ഇടവണ്ണ പഞ്ചായത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകൾ. എന്നാലും മുജാഹിദുകളെ മൂക്കിന് താഴെ, മുജാഹിദുകളെ നെഞ്ചത്തതാ ഞങ്ങൾക്ക് പള്ളിയുണ്ട്. പണം കൊടുത്ത് പള്ളിയും സ്ഥാപനങ്ങളും ഉണ്ടാക്കി ഖൗമിനെ നിലനിർത്തുവാൻ അങ്ങനത്തെ മാഫിയ സംഘമാണല്ലോ അത് പ്രവർത്തിക്കുന്നത്. എന്താണ് അവരെവിടുക്കാ കൊണ്ടുപോകുന്നത് ജനങ്ങളെ? പോയി ഇവിടെ എന്ത് എന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി കള്ളസത്യം ചെയ്യാൻ പേടിയില്ല ഖുറാബിക്ക്. നേരെ മറിച്ച് ജാറത്തിൽ പോയി സത്യം ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാൽവിട്ട് പൊട്ടി വറക്കും, ശബ്ദമിടറും, പേടിക്കും. എന്താ? അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി കള്ളസത്യം ചെയ്ത അള്ളാന്റെ വിരുദ്ധങ്ങളല്ലേ, അതൊരു പേടിയില്ല. നേരെ മറിച്ച് ജാറത്തിൽ പോയി കള്ളസത്യം ചെയ്താൽ ജാറത്തിലെ മഹാനറിയും, ബർസഖി ലോകത്തിരുന്ന് കറാമത്ത് കാട്ടി തന്നെ ഉപദ്രവിക്കും. പിന്നെ കക്കൂസ് പോയാൽ വരുന്നത് ചോരയായിരിക്കും, പിന്നെ കാല് വഴിഞ്ഞു പോകും, ഭയങ്കര ബേജാറ്. അപ്പൊ പടച്ചവനെ പേടിക്കുന്നതിലേറെ പടച്ചവന്റെ പടപ്പുകളെ പേടിക്കുന്നു. പടച്ചവന്റെ ഗുരുത്തക്കേടിലേറെ ഔലിയാക്കന്മാരെ ഗുരുത്തക്കേടിനെ മയപ്പെടുന്ന ഒരു ഖൗമ് ഈ നാട്ടിൽ വളർന്നു വരികയാണ്. അങ്ങനെയുള്ള ഖൗമിനെ വളർത്തിയെടുക്കുകയാണ്. പേടിയുടെ കാര്യത്തിൽ മാത്രമല്ല, സ്നേഹത്തിന്റെ കാര്യത്തിലും ബഹുമാനത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചില ജാറകളിൽ ചെന്നാൽ ചെന്നതുപോലെ റിവേഴ്സ് വരും, വേക്കോട്ട് നടക്കും, തിരിഞ്ഞു പോരില്ല. തിരിഞ്ഞു പോന്നാൽ 3 ജാറത്തിന് നേരെയാകും. അതവ് കേടല്ലേ, മഹാന അനാദരിക്കലല്ലേ എന്നിട്ട് വേക്കോട്ട് പോരും. അതുകൊണ്ട് അലിഖിത നിയമമാണ്, ആരും അതിലേക്ക് പോല. കാബത്തിന്റെ അടുത്ത് പോലും ഇവർ ഈ ആദരവ് പാലിക്കുന്നുണ്ടോ? അച്ഛനും ഉംറക്കും പോയിട്ട് 5 വക്ത് നിസ്കരിക്കാൻ മതാബ് പോയി നിസ്കരിച്ചിട്ട് 3 കെട്ടിക്ക് പോരും. 3 കാബന്റെ നേരെയാകുന്നതിനെ പറ്റി യാതൊരു വേദനയില്ല. അപ്പൊ കാബയെക്കാൾ ബഹുമാനിക്കേണ്ടതാണ് ദർഗ, കാബയെക്കാൾ ബഹുമാനിക്കേണ്ടതാണ് മഹാനവറുകളുടെ മഖാം എന്നാളുകൾ വിചാരിക്കുന്നു. കണ്ടോ, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിന് പുറമെ ചില സമന്മാരെ സ്വീകരിക്കുന്നു, എന്നിട്ട് അവർ അവരെ സ്നേഹിക്കുന്നു അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്നേഹം. മുഅ്മിനീങ്ങളാകട്ടെ അവർ അല്ലാഹുവിനോട് കടുത്ത സ്നേഹമുള്ളവരായിരിക്കും. അപ്പൊ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ അല്ലാഹുവിന്റെ പടപ്പുകളെ സ്നേഹിക്കുന്ന ഒരു ഖൗമ് ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാൻ സാധ്യത കുറവാണ്. കിട്ടിയാ കിട്ടി. സർക്കാർ ഓഫീസിൽ അപേക്ഷ കൊടുത്തവൻ അങ്ങനെ തന്നെ പറയും. ദാരിദ്ര്യയുടെ പ്രസംഗത്തിലുണ്ട്, കിട്ടിയാ കിട്ടി. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ അമ്പിയാക്കളോട് മൗലിയാക്കളോട് പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന കാര്യം ഉറപ്പ്. കാരണം എന്താ? വല്ലതിനെ തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉച്ചിതം ചെയ്യും ഞാൻ എന്നോവർ. ഇങ്ങനെ ഒരു ഗ്യാരണ്ടി അള്ള തന്നിട്ടുണ്ടോ? വായി കൂടുതലും ഉത്തരം കിട്ടുന്നു. നിൽക്കും എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ, ഞങ്ങൾക്ക് ഉത്തരം ചെയ്യാ. എപ്പ ചെയ്യാ? അപ്പൊ തന്നെ ചെയ്യോ, പിന്നെ കിട്ടോ, 4 കൊല്ലം കഴിഞ്ഞിട്ടോ. പല ഓലത്തിലാ കിട്ടാ. ചിലർക്ക് കിട്ടിയെന്ന് വരും, ചിലർക്ക് പകുതി ഇട്ട് വരും, ചിലർക്ക് മരിച്ചോളം കിട്ടിയില്ലാന്ന് വരും. അങ്ങനെ അള്ളാന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം അല്ല. ഇതങ്ങനെയല്ല, ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ഉടനെ കിട്ടും ഉത്തരം. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോ വിനയം വേണം, അല്ലേ? സമ്പാദ്യം ഹലാലായിരിക്കണം, ചോദിക്കുന്നത് കുറ്റകരമായ കാര്യങ്ങളായിരിക്കരുത്, ഉത്തരം ഇപ്പൊ തന്നെ കിട്ടുന്നത് ധൃതി കൂട്ടരുത്. ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. മറ്റൊരു കണ്ടീഷനുമില്ല. പെട്ടെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ ഉത്തരം. ഇങ്ങനെ അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യത കുറവും, ഔലിയാക്കന്മാരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലും. ഇങ്ങനെ സുഹൃത്തുക്കളെ തൗഹീദിനെ മാറ്റിവെച്ചുകൊണ്ട് ശിർക്കാണ് അവരുടെ മനസ്സ് മുഴുവനും ഉള്ളത്. ഹജ്ജിന് പോകുമ്പോ ഹജ്ജിന് പേരിലെത്തുകളെന്നാലോ സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. സിയാറത്തുണ്ട്, പാക്കേജുണ്ട്, ടൂറുണ്ട്, കൂട്ടത്തിലൊരു ഹജ്ജും. ഒരൊപ്പം പോയ ഹജ്ജ് മാത്രം കിട്ടൂല. കാരണം എന്താ അറിയോ? തുടങ്ങിയ തന്നെ ജാറത്തില്ല. അവിടെ പോയിട്ട് ഞാനും എന്റെ ഭാര്യ കറിയമു ഇങ്ങനെ പോവുകയാണ്. നിങ്ങളെല്ലാം ഊബറോടത്ത് കരഞ്ഞ് തൊട്ടടുത്ത് ജാറത്ത് പോയി അവിടെ നിന്ന് കരഞ്ഞ് എല്ലാരോടും പൊരുത്തം വാങ്ങി ഉദവി വാങ്ങിയിട്ടാ ഊബറ് പോണത്. അവിടെ ചെന്നാ പറയുന്നതോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. നിനക്ക് വിളിക്കുത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു, നിനക്കൊരു കൂറുകാരുമില്ല പങ്കുകാരുമില്ല. എല്ലാ കൂറുകാരത്തും പോയി ഒപ്പിട്ടിട്ടാ വരുന്നത്. അവിടുത്തെ പ്രസാദം വാങ്ങിയിട്ട് അവിടുത്തെ ഐക്യല്യാണ് ചേട്ടായി വരുന്നത്.
എന്നാ പിന്നെ ചോദിക്കല് മക്കത്ത് എന്നാലും ചോദിക്കും റസൂലിന്റെ ഖബറെവിടെ, മദീനത്ത് എന്നാലും ചോദിക്കും റസൂലിന്റെ ഖബറെവിടെ. എപ്പോഴും ഇവരെ മനസ്സ് മുഴുവനും ഖബറ, ജാറമാണ് മനസ്സ് മുഴുവനും. ഇവരൊക്കെ ഹജ്ജ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ട്. അബൂജഹൽ മാജിയായിരുന്നു, അവരും തൽബിയത്ത് ചൊല്ലിയിരുന്നു. അബൂജഹലിന്റെ തൽബിയത്തിലുള്ളത് എന്താ? ലബൈക ലാ ശരീക ലക്. നമ്മൾ ചെല്ലുന്ന അതേ തൽബിയത്തിന്റെ തുടക്കം. അവിടെ എത്തിയപ്പോൾ നിർത്തി മതി. അവര് നിർത്തൂലല്ലോ. അവരെ തൽബിയത്ത് അപ്പുറത്തേക്ക് പോയി. അതെന്താ? ലാ ശരീക ലക് ഇല്ലാ ശരീകൻ. നിനക്കൊരു പങ്കുകാരുമില്ല, പക്ഷെ ഒരു തരം പങ്കുകാരനുണ്ട്. ആ പങ്കുകാരൻ നിന്റേതാണ്. തംലികുഹു വമാ മലക. ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു, ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നുവോ അതിന്റെ ഉടമസ്ഥനും നീയാണ്. കണ്ടോ? അപ്പൊ അല്ലാഹുവേ, നീ കടുത്ത കൈകൊണ്ട് സഹായിക്കുന്ന നിന്റെ അധീനത്തിലുള്ള ചില പങ്കുകാർ, ചില ശരീക്കുകൾ ഞങ്ങൾക്കുണ്ട്. അതിനല്ലേ ഇവരും പറയണത് വയ്യദീശേഖ് സ്വന്തം കൈകൊണ്ട് സഹായിക്കൂല, മമ്പറത്തങ്ങളും ബദരീങ്ങളും സ്വന്തം കൈകൊണ്ട് സഹായിക്കൂല, അല്ലാഹു കൊടുത്ത കൈകൊണ്ട് സഹായിക്കും. അതന്നല്ലേ അവരെ മനസ്സിലുള്ളത്. അപ്പൊ അബൂജഹലിന്റെ ഹജ്ജും ഇവരെ ഹജ്ജും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ഒരവസ്ഥക്ക് മുസ്ലിം സമുദായത്തിൽ മാറ്റം വരാതെ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട ഇജ്ജത്ത് വീണ്ടെടുക്കാൻ, മുസ്ലിം സമുദായത്തിന് പോയ യശസ്സ് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ലെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറയാനുള്ളത്. ഈ സമുദായത്തിന് ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും പ്രൊഫഷണൽ സ്ഥാപനങ്ങളും ജോലിയും ഒരുപാട് സംവരണവും അങ്ങനെ ഭരണ പങ്കാളിത്തം എല്ലാം കിട്ടിയാലും ശരി ഇജ്ജത്ത് തിരിച്ചു കിട്ടുകയില്ല. ഇജ്ജത്ത് തിരിച്ചു കിട്ടണമോ? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഇജ്ജത്തിന്റെ അടിസ്ഥാനം. ആ ഇജ്ജത്ത് പോയത് ശിർക്കിലൂടെയാണ്. ആ ശിർക്കിനെ തൗഹീദാക്കി അട്ടിമറിക്കുന്ന ആളുകൾ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയിട്ട് കാര്യമല്ല, അവര് മെഡിക്കൽ കോളേജ് നടത്തിയിട്ട് കാര്യമല്ല. കാന്തപുരം പറയുന്നു, തലേ ദ്വാരം തലേ കെട്ടിയ ഡോക്ടറെടുത്ത് മുജാഹിദുകൾ രോഗികളായി വന്ന് വരി നിൽക്കുന്ന കാലം വരാനിരിക്കുന്നു. ഞങ്ങൾ പേടിച്ച് കരുണാകരൻ ഡോക്ടർക്കും ശങ്കരൻ ഡോക്ടർക്കും വരി നിൽക്കണമായി ഞങ്ങൾ നിൽക്കുന്നല്ലാതെ ഞങ്ങൾക്കെന്താ വല്ല ബേജാറുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, മുസ്ലിം ഉമ്മത്തിന് വിദ്യാഭ്യാസം ഉണ്ടാക്കലല്ല, മൂപ്പർക്ക് ഞമ്മക്കും പഠിച്ചതൊക്കെ എന്ന് തെളിയിക്കല. സമുദായത്തിന് ആദര ശുശ്രൂഷ നൽകലല്ല മൂപ്പര ഉദ്ദേശം. ഇതൊക്കെ വേറെ ചില ആളുകൾക്ക് നടത്താൻ പറ്റുകയുള്ളൂ എന്നതിനെ തിരുത്തി കുറിക്കാൻ വേണ്ടിയാണ്. മനസ്സിൽ മനസ്സിൽ നോക്കുന്നത്. അപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്ജത്ത് എന്താ? മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്ജത്ത് ശരിയായ അഖീദ. അള്ളാഹുവിൽ നിന്ന് ബദറിൽ എങ്ങനെയാ മുസ്ലിമീങ്ങൾക്ക് സഹായം കിട്ടിയത്? അവർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എത്രയെത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. അള്ളാഹുവിന്റെ റസൂല് കാൽമുട്ടിൽ നിന്ന് കൈകൾ ഉയർത്തി ദുആ ചെയ്തു, പടച്ചവനെ ഈ കൊച്ചു സംഘത്തിന് ഇവിടെ നശിപ്പിച്ചാൽ ഇവിടെ നീ മാത്രം ആരാധിക്കപ്പെടുന്നതല്ല. ആ ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സു നിറയെ. അതാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിന് പിന്നിലുള്ള ചേതോ വികാരം. അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ ഔലിയാക്കളോടും പ്രാർത്ഥിക്കുക. അത് പറ്റൂല. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂൽ ഒരു ചെറിയ പെർമിഷൻ, ഇബ്രാഹിം നബിയെ വിളിച്ചോളി, പക്ഷെ ബിംബം എടുത്തിട്ടാളി. ഇസ്മായിൽ നബിയെ വിളിച്ചോളി, പക്ഷെ ബിംബം എടുത്തിട്ടാളി എന്നാണോ പറഞ്ഞത്? അത് ഇവര് പതാ പറഞ്ഞത്. നമ്മുടെ ഹജറുണ്ട്, മൗലവി ഷജറുണ്ട്, ഷജറുണ്ട് എടുത്തിട്ടിട്ട് മഹാന്മാരെ വിളിച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ, ശിർക്കിന്റെ തടിച്ച രൂപം മുസ്ലിം ഉമ്മത്തിൽ നിലനിൽക്കെ നമുക്ക് നിന്യതയിൽ നിന്ന് കരകയറാൻ കഴിയില്ല. പീഡനങ്ങളിലും മർദ്ദനങ്ങളിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന തൗഹീദിന്റെ സന്ദേശത്തെ വളരെ ക്രൂരമായി അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ അതാണ് ഇസ്ലാമിന്റെ ഇജ്ജത്തിന് അടിസ്ഥാനം എന്ന് പ്രസംഗിക്കുകയും എഴുതുകയും അതിനുവേണ്ടി കോളേജ് നടത്തുകയും അതിനുവേണ്ടി ദർസ് നടത്തുകയും അതിനുവേണ്ടി സ്ഥാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്ജത്ത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അപ്പൊ തുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ് فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങളെ വിശ്വസിക്കുകയും ചില ഭാഗങ്ങളെ അവിശ്വസിക്കുകയുമാണോ? അപ്രകാരം ചെയ്യുന്നവർക്ക് ഈ ദുനിയാവിൽ നിന്യതയല്ലാതെ മറ്റൊന്നുമില്ല. കണ്ടോ? നിന്യതയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ഇതിന് കൂലിയായിട്ട് പ്രതിഫലമായി ലഭിക്കാൻ പോകുന്നില്ല. എന്താ നിന്യതയ്ക്ക് കാരണം? ഖുർആൻ പറഞ്ഞു, വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങളെ വിശ്വസിക്കുക, ചില ഭാഗങ്ങളെ തള്ളിക്കളയുക. ഇത് ബനൂ ഇസ്രായേലിന് മാത്രം ബാധകമായ കാര്യമല്ല, നമുക്കും ബാധകമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് കൽപ്പനകളെ പുറംകാലുകൊണ്ട് തട്ടി പരിഗണിക്കാതെ തന്നിഷ്ടക്കാരനും താന്തോന്നിയുമായി തനിക്ക് വേണ്ടതും തനിക്ക് വലിയ നഷ്ടമൊന്നുമില്ലാത്ത കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, ദീനിനെ ഭാഗികമായി മാത്രം ജീവിതത്തിൽ പകർത്തുക, ദീനിന്റെ
മുഖ്യമായ വിഷയങ്ങൾ പലതും അവഗണിക്കുക. അങ്ങനെയുള്ള ഒരു കൗമ് ഇവിടെ ഉണ്ടായാൽ അവർക്ക് ഈ ദുനിയാവിൽ നിന്ദതയുണ്ടാകും, ഖിയാമത്ത് നാളിൽ ശിക്ഷയും ഉണ്ടാകും. ഈ ഒരു തത്വമാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്. മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ ഇജ്ജത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ ദീനാണ്. ആ ദീന് നിങ്ങൾ കൈവിട്ടാൽ നിങ്ങൾക്ക് പിന്നെ ഇജ്ജത്തില്ല. നിങ്ങൾക്ക് പോയിപ്പോയ യശസ് തിരിച്ചു പിടിക്കണമോ, ദീനിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. ഏതാണ് ആ ദീന്? അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തും ജീവിച്ചു മാതൃക കാണിച്ച കലർപ്പില്ലാത്ത 1400 കൊല്ലം മുമ്പുള്ള ദീൻ. ആ ദീനിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം. എന്നാലേ നിങ്ങൾക്ക് ഇജ്ജത്ത് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം. അതല്ലാതെ മുസ്ലിം ഉമ്മത്തിനെ നിന്ദതയിൽ നിന്ന് കരകയറ്റാൻ മറ്റ് ചൊട്ടുവിദ്യകളൊന്നും തന്നെ ഇല്ല. ചുണ്ടി സംഘങ്ങളെ ഉണ്ടാക്കി ആളുകളെ കരാട്ടെ പഠിപ്പിച്ച് ആയുധ പരിശീലനം നടത്തി തിരിച്ചടിക്കണം. വെട്ടൂന്ന് പറയുന്നതിന് മുമ്പ് വെട്ട് അധികാരിച്ചോനെ വെട്ടും എന്ന് പ്രസംഗിക്കണം. അങ്ങനെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ വഴിമുതിരിവട്ടത്തിലിരുത്തി വഴിതെറ്റിക്കുന്ന ആളുകൾ അവർ ജിഹാദിനെ ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ അത് ശരിയല്ലെന്ന് പറയാൻ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റു പലരും മറച്ചു നിന്ന കാലത്ത് ഈ പ്രവാദത്തെ എതിർക്കാൻ നമ്മൾ മുമ്പിലുണ്ടായിരുന്നു. തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള തെസ്കിയത്തല്ലാതെ മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും തന്നെ ഈ ഇസ്സത്ത് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല എന്ന സത്യം നമ്മൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, ഇത്രയേറെ മഹത്തായ ദൗത്യം നിർവഹിച്ച ഈ പ്രസ്ഥാനത്തെ ഇന്ന് കൊച്ചാക്കി കാണിക്കാൻ, ഇന്ന് ഈ പ്രസ്ഥാനത്തെ ആളുകൾക്കിടയിൽ അവമതിക്കുവാൻ വേണ്ടി എന്തെല്ലാം ദുരാരോപണങ്ങളാണ് ഇപ്പോൾ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം അത് പണ്ട് തൗഹീദ് പ്രസ്ഥാനമായിരുന്നു. ഇപ്പൊ അവർക്കത് പറയാൻ അർഹതയില്ല. അവരിപ്പോ ചെറുക്കിലേക്ക് കൂപ്പുകുത്തി വീണിരിക്കയല്ലേ. അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജിന്നിനെയും മലക്കിനെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കാം, അവരെ വിളിച്ച് സഹായം ചോദിക്കാം എന്നൊക്കെ പറയുന്നിടത്തേക്കല്ലേ. എന്താ പിന്നെ വ്യത്യാസം? വൈദ്യശേഖയെ രക്ഷിക്കണേ, മമ്മർദ്ദങ്ങളെ കാക്കണേ എന്ന് സുന്നികൾ പറയുമ്പോ അവർ പോലും ജിന്നിനെയും മലക്കിനെയും വിളിച്ച് സഹായം ചോദിച്ചില്ല, ഇസ്തിഗാസ നടത്തിയിട്ടില്ല. ഇവരതിന്റെ അപ്പുറം കടന്നു എന്ന് പറയാ. ആരാ പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് 80% പുറത്തു പോയിട്ട് അവസാനം 8% പോലും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ കൂട്ടർ. റോസറ്റിലെ വെള്ളം പോലെ അങ്ങനെ നിൽക്കുക, കൂടുന്നില്ല. ആ ഒരു വിഭാഗമാണ് പറഞ്ഞു പരത്തുന്നത് മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലെത്തിക്കഴിഞ്ഞു. കണ്ടോ? എന്ന് മാത്രമല്ല, ഈ കല്ല് വെച്ച നുണ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ് ആട്ടിനെ പട്ടിയാക്കുന്ന കുതന്ത്രം പയറ്റി നോക്കുകയാണ്. ഗീബൽസിന്റെ തന്ത്രതാണ്. ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്ന് ഒരു നുണ പറയുമ്പോ ആളുകൾ വിചാരിക്കും എന്തിനൊന്നില്ലാതെ അങ്ങനെ പറയോ, നേരം നിൽക്കും. അപ്പൊ 100 ആള് പറയുമ്പോ 10 ആളെങ്കിലും വിശ്വസിച്ച അത്രയെങ്കിലും ആയില്ലേ. തിരുവനന്തപുരത്ത് കേൾക്കണു അതന്നെ, കാസർഗോട്ട് കേൾക്കുന്നു അതന്നെ, പാലക്കാട്ടല്ല വടവൂരി നെറ്റ്വർക്ക് അങ്ങനെയാണ്. ഇവിടെ പറഞ്ഞാൽ ഒരേ നുണ. നേരം പിന്നെ എന്ത് നുണയെ വടവൂരി പറഞ്ഞ് ഒരാളോട് ചോദിച്ചായി, പിന്നെ കാസർഗോഡ് വിളിച്ചാലും അതന്നെയായിരിക്കും, തിരുവനന്തപുരത്ത് വെച്ചാൽ ഒരേ നുണ, അച്ഛനിട്ട നുണ, അങ്ങനെയായിരിക്കും. പണ്ടൊരാള് ആടിനെയും കൊണ്ട് പോവാണ്. അപ്പൊ എവിടുക്കാൻ വേണ്ടാക്കെങ്കിൽ ഈ പട്ടിനെയും കൊണ്ട് പറ്റിയ ആടല്ലേ കർച്ചന് പോകുമ്പോ അപ്പൊ ആട് നോനാണ് പോയി. കുറച്ചല്ലേ നോക്കിന്റെ വേറൊരുത്തം അപ്പൊ പട്ടിന്റെ കയറും പിടിച്ചല്ലേ നടക്കുന്നത് അങ്ങാടിക്കുള്ളി പോണ അവിടുന്ന് ആടല്ലേ. അങ്ങനെ 5-6 ആൾ ചോദിക്കുമ്പോ പിന്നെ വേമ്പാക്കൊക്കെ സംശയം, അല്ലത് പട്ടിയൊക്കെ ആണോ? അതാണ് ആട്ടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ ആട്ടിനെ പട്ടിയാക്കി നിങ്ങൾ ശിർക്ക് തന്നെ ഞങ്ങളെ ശിർക്ക് ആരോപിച്ച ഞങ്ങൾക്ക് തോന്നുന്നു ശിർക്ക് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പറഞ്ഞവന്റെ നിലവാരം, പ്രചരിപ്പിച്ചിട്ടുള്ള നിലവാരമൊക്കെ നാട്ടുകാർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ഈവൽസിയൻ തന്ത്രം പയറ്റുന്ന മടവൂരികൾ അവരുണ്ടാക്കി കൊടുത്ത കള്ളക്ലിപ്പുകള് ഏറ്റുപിടിച്ചതാരാ? കുബൂരികള്. കാരണം അവർ തമ്മിലിപ്പോ മടവൂരി കുബൂരി ബായി ആണ്. അവർ തമ്മിൽ വലിയ ബാന്ധവമാണ്. ഇപ്പൊ മടവൂരികളുടെ പ്രധാന ജോലി എന്താണെന്നറിയോ? തൗഹീദി പ്രവർത്തകരെ ആരോപണങ്ങളിലൂടെ തളർത്തി മനോവീര്യം കൊടുക്കുക. എന്നിട്ട് കുബൂരികൾക്ക് ഇങ്ങനെ ആവേശം നൽകുക. കുബൂരികൾക്ക് കഴിയുന്നത്ര ആവേശം നൽകുക. അവരൊരു കുറ്റം പറയില്ല. സമസ്തയുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർന്നാണ് കരിമ്പിലാക്കലും അലിമതിനൊക്കെ പ്രത്യേകിക്കുന്നത്. എന്തൊരു ബഹുമാനപ്പോലോട് അറിയോ? സമസ്തയുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ എന്ന് പറഞ്ഞ് ബഹുമാനിച്ചിട്ട് അവർക്ക് ആവേശം പകരാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ഫലമായി ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരാതെ നിൽക്കുമ്പോ, സന്നദ്ധരായി നിൽക്കുമ്പോ മെല്ലെ ജില്ലകേശന്റെ കൊണ്ടേക്കും. എന്തിനാ നിങ്ങളേക്ക് പോണേ? നിങ്ങൾ ആ സമസ്തയിൽ തന്നെ നിൽക്കുകയാണല്ലേ, അത് അതിനേക്കാളും വലിയ കേന്ദ്രം തന്നെ, അതിന് പോകാതൊക്കെയാ നല്ലത്. അപ്പൊ പിന്നെ ആളുകൾ വരുമോ? ഇപ്പൊ നാദാപുരത്തിന്റെ പരിസരങ്ങളിലൊക്കെ ഹുസൈൻ സലഫിയുടെ കണ്ണന പ്രസംഗങ്ങളോട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാദാപുരം, വാണിമല ആ ഭാഗങ്ങളിലൊക്കെ
അവിടെയൊക്കെ ഇവർ എന്താ ചെയ്യാന്നറിയോ? 4 മടവൂരിയേ ഉണ്ടാവുള്ളൂ. ഓട്ടോറിക്ഷമാതിരി അങ്ങോട്ട് അടക്കാതെ മടവൂരിയ എല്ലായിടത്തും തോന്നും. സുസിന്റെ മാതിരി എല്ലായിടത്തും ഉണ്ടാവും പോസ്റ്ററിൽ. 4 ആള് അടുക്കളയിൽ മീറ്റിംഗ് കൂടിയാലും പത്രത്തിൽ വലിയ വാർത്തയായി. അങ്ങനെയാണ് പത്രങ്ങളിലും ചുമരുകളിലും നോട്ടീസുകളിലും മാത്രം ജീവിക്കുന്ന മടവൂരിത്തം. അവരെന്താ ചെയ്യാറിയോ? എല്ലായിടത്തും പോയിട്ട് പറയും, നിങ്ങളെ പ്രസംഗം കേട്ട് കുടുങ്ങിപ്പോണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുക. ഇവർക്ക് ദീനിനോട് സ്നേഹമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2002 ഇവരെ 35 പിത്തനക്കാരെ കേന്ദ്രം പുറത്താക്കിയ പിറ്റേന്ന് ഇവർ കൊടുത്ത പത്രവാർത്തയിൽ എന്താണുള്ളത്? മുജാഹിദ് പ്രസ്ഥാനത്തെ ജിന്ന് സേവയിലേക്കും ശൈത്താൻ വാദത്തിലേക്കും കൊണ്ടുപോകുന്നത് ഞങ്ങൾ അനുവദിക്കുകയില്ല. അന്ന് തുടങ്ങിയ യുദ്ധം 2002 മുതൽ ഇന്ന് 2011 9 കൊല്ലം. ഈ 9 കൊല്ലം പേർത്തും ആവർത്തിക്കാതെ ഓരോ കൊല്ലം ഓരോ ക്യാമ്പയിൻ നടത്തി. ജിന്നെ 9 കൊല്ലം ജിന്നെ, വേറൊന്നും പറയാല്ല. പറഞ്ഞതെന്നെങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞു നടക്കുക. CP ഉമ്മർസലും ഇവരെ കരിമ്പലാക്കലിനോട് ചോദിക്കാം, ഞാൻ എന്താ ലത്തീഫെ പറയേണ്ടത്? ഇത് തോൻ പറഞ്ഞു കൊടുക്കുന്ന ഇയാള് തത്തമേ പൂച്ച എന്നായി പറയാ. മൻസൂറിനോട് ചോദിച്ചാ കട്ട കമ്പനിക്കാരനോട് എന്ത് കട്ടയെ പന്നി നമ്മൾ വെക്കേണ്ടത്? അങ്ങനെ നടക്കുകയാണ് ഈ കൗമിന്റെ സ്ഥിതി. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെ മുസ്ലിം ഉമ്മത്തിന് കുപ്രചരണങ്ങൾ നടത്തുകയാണ്. അയ്യപ്പ സ്വാമിമാർക്ക് സ്വാഗതം എന്ന് എഴുതി വെച്ച അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് പത്രത്തിൽ വലിയ കോളം വാർത്തകൾ കൊടുത്ത് ഈസയിലാക്കിയ ആളുകള് അവർക്ക് ശിർക്കിനോടന്നെയാ താല്പര്യം ഉണ്ടാകുക, ശിർക്കന്മാരോടന്നെയാ മമത ഉണ്ടാകുക, തൗഹീദ് പ്രവർത്തകരോട് അവർക്ക് വെറുപ്പുണ്ടാകും. അത് സ്വാഭാവികമാണ്, യാതൊരു സംശയമല്ല. എന്നാ സുഹൃത്തുക്കളെ, ശിർക്കാരോപണത്തിന് വ്യക്തമായ തെളിവാജരാക്കാൻ പല സ്ഥലത്തും നമ്മൾ ആവശ്യപ്പെട്ടു. കൊണ്ടുവാ തെളിവ്. എഴുതി വെച്ച ലേഖനമുണ്ടോ? കൊണ്ടുവാ. പ്രസംഗിച്ച ക്ലിപ്പുണ്ടോ? കൊണ്ടുവാ. കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അത് അവർ തന്നെ വിശദീകരിച്ച് ഒപ്പിച്ചുണ്ടാക്കുന്ന ചില വാചകങ്ങളാണ്. പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ സാധിക്കൂല. പലരും കാസറ്റ് ഉണ്ട്, ഞങ്ങൾ കൊണ്ടുവന്നേരിയത് ഓനെ പിന്നെ കാണൂല. കാസറ്റ് ഉണ്ട് എന്ന് പറയലുള്ളൂ, കൊണ്ടലില്ല. അതെന്തായാലും അത്ര വ്യക്തമായി തെളിയിക്കാവുന്ന ഒരാരോപണമല്ല ഇത്. പക്ഷെ ഒരുപാട് ആളുകൾ ഒരേ ആരോപണം പല ഭാഗത്തുനിന്നും പറയുമ്പോ അത് ശരിയെന്നായിരിക്കും എന്ന് ആളുകൾ മനസ്സിലാക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരാരോപണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽ കെട്ടിവെച്ചവർക്ക് അത് തെളിയിക്കേണ്ട ധാർമ്മിക ബാധ്യതയുണ്ട്. മുസ്ലിമീങ്ങളുടെ മുമ്പിൽ അത് തെളിയിക്കാൻ ഞങ്ങൾ പല സ്റ്റേജുകളിൽ വെല്ലുവിളിച്ചിട്ടും അവർക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. കാരണം എന്തായോ? ഇത് കല്ല് വെച്ച നുണയാണ്, കല്ല് വെച്ച നുണ. അത്ര ഞങ്ങൾ പറയാൻ കാരണം ഇവർക്ക് യാതൊരു തെളിവും ഇതുവരെ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ഇപ്പൊ പറഞ്ഞെന്തായോ? ഇപ്പൊ പുതിയൊരു സാധനം ഇറങ്ങിയിരിക്കണ്. ഇതാ റുക്കിയാണോ ഫാത്തിമാണോ? ഇതൊരു പൊമ്പറന്നുള്ള പേരാ. റുക്കിയ ചെറിയാണോലോ. അതെന്താ? അത് ജിന്നോട് സായം തന്നെ. റുക്കിയ ചെറിയാണോ ജിന്നോട് സായം തരലാണ്. കുട്ടിയെ റുക്കിയന്റെ അടുത്ത് പോകാൻ കേട്ടോ, അത് ജിന്നിനോട് സായം തരല. ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് റുഖയ ശറഇയ്യ? റുഖയ എന്ന് പറഞ്ഞാൽ മന്ത്രം എന്നാണ് അർത്ഥം. ശറഇയ്യ എന്ന് പറഞ്ഞാൽ ശറഇൽ അംഗീകരിക്കപ്പെട്ട മന്ത്രം, ശിർക്കില്ലാത്ത മന്ത്രം, അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചു കൊടുത്തിട്ടുള്ള മന്ത്രം. വിശുദ്ധ ഖുർആനിൽ ആയത്തുകള്, അള്ളാഹുവിന്റെ ഇസ്മ സിഫത്തുകള്, ഖുർആനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകള്, ദിക്റുകള്, ഇതെല്ലാം കൊണ്ട് ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾക്കും ദിക്റുകൾക്കും ദ്വാകൾക്കും പറയുന്ന പേരാണ് റുഖയ ശറഇയ്യ. അല്ലാതെ ഒരു കൊമ്പർന്നോള പേരൊന്നല്ല. പല ആളുകളും അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം തെറ്റിദ്ധാരണകള് പറഞ്ഞു പറഞ്ഞവര് പറയുന്നത് ഇങ്ങനൊരു ചികിത്സനെ പറ്റി മുജാഹിദുകൾ മുമ്പ് കേട്ടിട്ടല്ല, ഇതൊക്കെ വലിപ്പം പുതിയതുണ്ടാക്കാണ്. എന്നാ കേട്ടോട് സുഹൃത്തുക്കളെ, ഇമാം ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ മുഹമ്മദ് അമാനി മൗലവി എഴുതിയത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചികിത്സകനോ വൈദ്യനോ ആയി അറിയപ്പെട്ടിരുന്നില്ല. എന്നാൽ പല ചികിത്സയും അവിടുന്ന് ചെയ്തിട്ടുണ്ട്. ചെയ്തതൊന്നും ഫലിക്കാതിരുന്നിട്ടുമില്ല. അവിടുന്ന് ചിലപ്പോൾ മരുന്ന് കൊണ്ട് മാത്രം ചികിത്സിക്കും, ചിലപ്പോൾ ദിക്ർ, ദുആ, ഖുർആൻ എന്നിവ കൊണ്ട് ചികിത്സ നടത്തും. കണ്ടോ? അപ്പൊ ദിക്ർ, ദുആ കൊണ്ടുള്ള ചികിത്സ ഉണ്ട്, പണ്ടേന്ന് പറഞ്ഞിട്ടുണ്ട്. മരുന്നും മന്ത്രവും ഒരുമിച്ച് ചെയ്തിട്ടുള്ളതായും കാണാം. ദിക്ർ, ദുആ, ഖുർആൻ എന്നിവ മുഖേനയുള്ള ചികിത്സ കൊണ്ട് കാര്യമുണ്ടാകണമെങ്കിൽ ചികിത്സകന് താൻ ഉപയോഗിക്കുന്ന ദിക്ർ, ദുആ, ഖുർആൻ സൂക്തം എന്നിവയുടെ അർത്ഥവും രോഗവും അവയും തമ്മിലുള്ള പൊരുത്തവും അറിഞ്ഞിരിക്കണം. മാത്രമല്ല അയാൾ ശുദ്ധനും ഭക്തനും ആയിരിക്കുക കൂടി വേണം. എന്തെന്നാൽ പ്രാർത്ഥനയും ഭക്തിയുമാണ് ആ ചികിത്സയുടെ അടിസ്ഥാനം തന്നെ. ചികിത്സ തന്നെ ഉപയോഗിച്ചത് ഹദീസുകളിൽ കാണുന്നതോ അതിനോട് തികച്ചും സാമ്യം പുലർത്തുന്നതോ ആയ മന്ത്രങ്ങളും പ്രാർത്ഥനയും ഉപയോഗിക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം അബദ്ധത്തിൽ വീഴാൻ സാധ്യതയുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സക്ക് ഉപയോഗിച്ച മരുന്നുകളും ഉരുവിട്ട വാക്യങ്ങളുമാണ് ആദ്യം പഠിക്കേണ്ടത്. എങ്കിൽ പിന്നെ സിഹറിന്റെ ഗ്രന്ഥക്കെട്ടുകൾ പേറി നടക്കേണ്ടി വരില്ല. ഇന്നത്തെ മടവൂരികൾക്ക് മറുപടി ഇല്ല പോലുണ്ട്. വാസ്തവത്തിൽ അമാനി മൗലവി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണിത്. എന്തിനധികം ഈ കഴിഞ്ഞ 2008-ലോ 2009-ലോ അവർ പുറത്തിറക്കിയ KM മൗലവിയുടെ ഫത്വകൾ എന്ന യുവതയുടെ പുസ്തകം, അതിൽ KM മൗലവിയുടെ ഫത്വയുടെ ഭാഗത്ത് 18-19 പേജിൽ പറയുന്നത് കേട്ടോളൂ. എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബിസ്വല്ലല്ലാഹു ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മരണം തന്നെ എന്താ, സിഹ്റ്, പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. അപ്പൊ ചികിത്സ എന്ന് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. ആ ചികിത്സയാണ് റുഖിയ ശർഇയ്യ എന്ന് പറയുന്നത്. അല്ലാതെ ജിന്നുകളോട് വിളിച്ച് സഹായം തേടലോ അല്ലെങ്കിൽ ജിന്നുകളെ പ്രസാദിപ്പിക്കലോ ജിന്നു സേവയോ ഒന്നുമല്ല. അങ്ങനെ ചില ആളുകള് പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലത്ത്, ജാഹിലിയ്യ കാലത്ത് പലതരം മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പലതും ശിർക്ക് കലർന്നതായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം റുഖിയ തന്നെ നിരോധിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപാധികളോടെ അനുവദിച്ചു. ഏതുപോലെ ഖബർ സിയാറത്ത് ആദ്യം നിരോധിച്ചു. പിന്നീട് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ നിർദ്ദേശങ്ങളും നിബന്ധനകളും വെച്ചുകൊണ്ട് അനുവദിച്ചു. ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. അലാ ഫസൂറുഹ, ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തു കൊള്ളുക. ഫൈനഹാ തുദക്കിറുകുൽ ആഖിറ, അത് ആഖിറത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കും. ഫൈനഹാ തുദക്കിറുകുൽ മൗത, നിങ്ങൾക്ക് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഗുണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഖബർ സിയാറത്ത് അനുവദിച്ചു. അതുപോലെ തന്നെ ഒരാൾ വന്നിട്ട് പറയും, യാ റസൂലല്ലാഹ് ഇന്നക നഹൈത അനിർ റുഖാ വഅന അർഖി മിനൽ അഖ്റബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ അല്ലാഹുവിന്റെ ദൂതരെ, നിങ്ങൾ റുഖിയ നിരോധിച്ചു എന്ന് കേട്ടല്ലോ. ഞാൻ അഖ്റബിന്, തേള് വിഷത്തിന് മന്ത്രിക്കുന്ന ആളാണ്, റുഖിയ നടത്തുന്ന ആളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിരോധിച്ചു, പിന്നീട് അത് അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, യഅരിദു അലയ്യ റുഖാക്കും, നിങ്ങളെ മന്ത്രങ്ങൾ എന്നെ കാണിക്കുക, എനിക്ക് എക്സിബിറ്റ് ചെയ്ത് എനിക്ക് വെളിവാക്കി തരിക. അത് ചിലപ്പോ ചൊല്ലി പറഞ്ഞു കൊടുത്തതായിരിക്കാം, ചെയ്ത് കാണിച്ചു കൊടുത്താൽ അറിഞ്ഞൂടാ. അതായത് എനിക്ക് നിങ്ങളത് ഒന്ന് കാണിച്ചു തരിക. എന്നിട്ട് റസൂൽ അവർക്ക് കൊടുക്കുന്നത് ജാഹിലിയ്യ കാലത്തുള്ള മന്ത്രങ്ങൾ, അവർ നടത്തിയിരുന്ന മന്ത്രങ്ങൾ റസൂലിലേക്ക് കാണിച്ചു കൊടുത്തപ്പോ റസൂൽ ഒരു പൊതു തത്വം അവരെ പഠിപ്പിച്ചു. ശിർക്കില്ലാത്ത മന്ത്രങ്ങൾ കൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അപ്പൊ ജാഹിലിയ്യ കാലത്തെ മന്ത്രമായാലും ശിർക്കില്ലാതിരുന്നാൽ മതി. അപ്പൊ നമ്മള് എന്തെങ്കിലും രോഗം വന്നാൽ നമ്മളെ കുട്ടിക്ക്, പടച്ചോൻ എന്റെ കുട്ടിക്ക് രോഗം ശിഫിയാക്കി തന്നെ തമ്പുരാനെ, എന്റെ കുട്ടിയുടെ കാലിന്റെ വേദന നീ കാണുന്നുണ്ടല്ലോ റബ്ബേ, അല്ലാഹുവേ അപ്പൊ നബി പഠിപ്പിച്ച പ്രാർത്ഥനയുടെ വാചക ഇക്കൊള്ളുന്നില്ല, നമ്മൾ ഉണ്ടാക്കുന്ന വാചക. അത് ശിർക്കില്ലാത്ത മന്ത്രങ്ങള്, റുഖിയകള് അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടുണ്ട്. അത് മുൻകാല മുജാഹിദ് പണ്ഡിതന്മാരും ജനങ്ങളോട് പറഞ്ഞതും പഠിപ്പിച്ചതുമാണ്. മാത്രമല്ല, നിങ്ങൾക്കറിയോ, കുണ്ടുതോട് വെച്ച് നമ്മള് ഈ ഖുറാഫികളുമായിട്ട് വാദപ്രതിവാദത്തിൽ വ്യവസ്ഥ എഴുതിയപ്പോ എന്താ മന്ത്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? മന്ത്രം ഇപ്പൊ പുതിയത് പറഞ്ഞതാ, മുമ്പൊന്നും മന്ത്രമല്ല, ഇപ്പൊ പുതിയതായിട്ട് മന്ത്രം ഇറക്കുമതി ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. 1974 ജൂണിൽ പുറത്തിറക്കിയ കുണ്ടുതോട് വാദപ്രതിവാദം എന്ന പുസ്തകത്തിൽ മന്ത്രത്തെ കുറിച്ച് നമ്മളെ വാദണ്ട. മന്ത്രം, ശിർക്കിന്റെ പദങ്ങൾ വരുന്ന മന്ത്രങ്ങൾ നടത്തുന്നത് ശിർക്കും ഹറാമുമാണെന്ന് മുജാഹിദുകൾ. അതിനെന്താ തെളിവ്? ഈ പറഞ്ഞ ഹദീസ് തന്നെ, ശിർക്കില്ലാത്ത മന്ത്രം കൊണ്ട് കുഴപ്പമില്ല എന്നത്. അത് ശിർക്കിന്റെ പദങ്ങൾ വരുന്ന മന്ത്രങ്ങൾ പാടില്ല. അങ്ങനത്തെ മന്ത്രം ശിർക്കാണ്, ഹറാമാണ്. ആയത്തിൽ ഹദീസിൽ മുതലായ അദ്കാറുകളെ കൊണ്ട് മന്ത്രിക്കൽ ശിർക്കല്ലാത്തതും നല്ലതുമാകുന്നു എന്ന് സുന്നികൾ. അപ്പൊ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും അതിൽ വന്നിട്ടുള്ള അദ്കാറുകളെ കൊണ്ടും മന്ത്രിക്കുന്നത് ശിർക്കല്ല എന്ന്, അത് നല്ലതാണ് എന്ന് സുന്നികളും എഴുതി. അപ്പൊ പിന്നെ വാദപ്രതിവാദത്തിന് പ്രസക്തിയില്ലല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് വാദപ്രതിവാദ വിഷയമാക്കിയില്ല? അത് ആ കൃതിയിൽ തന്നെ കാണാം. ശിർക്കിന്റെ പദങ്ങൾ വരുന്ന മന്ത്രങ്ങൾ നടത്തുന്നത് ശിർക്കാണെന്ന കാര്യത്തിൽ സുന്നികൾക്കും, ആയത്തിൽ ഹദീസ് മുതലായ അദ്കാറുകൾ കൊണ്ട് മന്ത്രിക്കൽ ശിർക്കല്ലാത്തതാണെന്ന കാര്യത്തിൽ മുജാഹിദുകൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തതുകൊണ്ട് വാദപ്രതിവാദ വിഷയമാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അപ്പൊ ആയത്ത്, ഹദീസ്, ദിക്റുകൾ മുതലായവ കൊണ്ടുള്ള റുഖ്യ നല്ലതാണെന്ന വാദം, ആ വാദം സുന്നികൾ പറഞ്ഞപ്പോ നമ്മളത് അംഗീകരിച്ചു. അത് ഞങ്ങൾക്ക് തർക്കമല്ല. ആയത്തും ഹദീസും വന്ന ദിക്റുകൾ കൊണ്ട് മന്ത്രിക്കാം.
മാത്രമല്ല നമ്മളെ പോലെ അവരും അംഗീകരിച്ചു. ശിർക്കിന്റെ പദങ്ങൾ ഉപയോഗിച്ചുള്ള മന്ത്രം അത് ശിർക്കും ഹറാമുമാണ്. അല്ല, അത് ചെയ്യാം, ശിർക്കിന്റെ പദങ്ങൾ ഉപയോഗിച്ച് മന്ത്രിക്കാം എന്നവരും വാദിച്ചില്ല. അതുകൊണ്ട് വാദപ്രതിവാദ വിഷയമാക്കിയില്ല. രോഗശമനത്തിനു വേണ്ടി അല്ലാഹുവില്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്നാണ് അവരുടെ വാദം. എന്നാൽ രോഗശമനത്തിനു വേണ്ടി അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണ് നമ്മുടെ വാദം. അതിനെ സംബന്ധിച്ച് തർക്കം വന്നപ്പോ രോഗശമനത്തിനു വേണ്ടി മന്ത്രിക്കുന്ന വിഷയം ചർച്ച വന്നപ്പോ ഇങ്ങനെയാ തീരുമാനമെടുത്തത്. അപ്പൊ സുഹൃത്തുക്കളെ, ആയത്തി ഹദീസ് മുതലായ അടിസ്ഥാനങ്ങളെ കൊണ്ട് മന്ത്രിക്കൽ നമ്മൾ പണ്ടേ അംഗീകരിച്ചതാണ്. ശിർക്കിന്റെ പദങ്ങൾ വരുന്ന മന്ത്രത്തെയാണ് നമ്മൾ പണ്ടേ എതിർത്തിട്ടുള്ളത്. ഇത് പറഞ്ഞിപ്പോ എവിടെ എത്തിയെന്ന് വെച്ചാൽ ചില ആളുകള് വിഷയങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ കേട്ട് പലതും പറഞ്ഞു നടക്കുക. പലതരം നോട്ടീസുകൾ പറഞ്ഞാണ് ഇപ്പൊ പറയുന്നത്. എന്താണെന്നറിയോ? ജിന്നുബാധയോ സിഹിർബാധയോ തിരിച്ചറിയാൻ റസൂലിന് മാത്രമേ സാധിക്കുള്ളൂ. അത് റസൂലിന് മാത്രമേ റുഖ്യ നടത്താൻ കഴിയുള്ളൂ. ഈ കാലത്ത് റുഖ്യക്ക് ഒരു പ്രസക്തിയില്ല, കാരണം വഹിയുള്ള നബി ഇല്ലല്ലോ. എന്നിട്ട് ഈ അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എടുത്തൊരു തീരുമാനത്തിൽ ഒരു ഭാഗമുണ്ട്. ഒരാളുടെ രോഗകാരണം ജിന്നുബാധയാണെന്ന് ഉറപ്പിച്ചു പറയാൻ വഹിയുള്ള നബിക്ക് മാത്രമേ സാധിക്കൂ എന്നൊരു വാചന. ഈ ഉറപ്പിച്ചു നിലാൻ വിട്ടിട്ട് പറയാൻ എന്നെടുത്ത് കണ്ടോ. ഇപ്പൊ ബിസ്മി വിചാരവേദി എന്ന പേരിൽ കണ്ണൂരിൽ ഇറങ്ങിയിട്ടുള്ളൊരു വാറോല. അതിൽ പറയാ ഒരാളുടെ രോഗം ജിന്നുബാധ മൂലമാണെന്നറിയാൻ വഹിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനെ സാധിക്കുമെന്നാണ് കേരള ജമീഅത്തുൽ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ച നിലപാട്. ഉറപ്പിച്ചു പറയാൻ തന്നെ എന്താക്കി? അറിയാൻ എന്നാക്കി. അപ്പൊ അറിയില്ല ജിന്നുബാധയാണോ തീർവാദം? തീർവാദുണ്ട്. അത് മുജാഹിദ് പ്രവർത്തകർക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അറിയാൻ യാതൊരു വഴിയില്ല, നബിയില്ലല്ലോ. നോക്കണം നിങ്ങൾ വാദത്തിന്റെ പോക്ക്. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോടും പരിസരങ്ങളിലും എന്താണ് KLM-KJU നിലപാടെന്ന് പറഞ്ഞിട്ട് AP അബ്ദുൽ ഖാദർ മൗലവിയെ ഒരു മടവൂരി ഫോൺ ചെയ്ത് പറ്റിച്ച് ഫോൺ ക്ലിപ്പ് മലയാളത്തിലാക്കി കൊടുക്കുന്നത് ഇസ്ലാഹി വിചാരവേദി കോഴിക്കോട്. അതിലും പറയുന്നുണ്ട് ഒരാളുടെ രോഗം ജിന്നുബാധ മൂലമാണെന്ന് പറയാൻ പ്രവാചകന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും. കണ്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ, അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയില്ല. കാരണം ജിന്നുബാധയും സിഹിർബാധയും റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രമുള്ളതല്ല, എല്ലാ കാലത്തും ഉണ്ടാവും, ഖിയാമത്ത് വരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയാൻ, അതിന് റുഖ്യ നടത്താൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. എത്രയോ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ലേ? ജിന്നുബാധയും സിഹിർബാധയും തിരിച്ചറിയൽ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ് എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അത് ശരിയല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തിരിച്ചറിഞ്ഞിട്ടില്ലേ? ചികിത്സിച്ചിട്ടില്ലേ? ശൈഖ് ഇബ്നു ബാസ് തിരിച്ചറിഞ്ഞിട്ടില്ലേ? ചികിത്സിച്ചിട്ടില്ലേ? ഇബ്നുൽ ഖയ്യിം ചികിത്സിച്ചിട്ടില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതെല്ലാം ആളുകൾ ഉണ്ടാക്കുന്ന പല തെറ്റിദ്ധാരണകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു കുട്ടിയെ കൊണ്ടുവന്ന സംഭവം, ആ പെണ്ണു തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് എന്താ? ഇന്ന ബിനി ഹാദാ യഖുദുഹു ശൈത്താനു കുല്ല യൗമിൻ മിറാറ. എന്റെ ഈ കുട്ടിക്ക് ഒരു ദിവസം തന്നെ എല്ലാ ദിവസവും പലതവണ ശൈത്താൻ പിടികൂടുന്നു. ആ പെണ്ണിന് എങ്ങനെ മനസ്സിലായത്? മറ്റു റിപ്പോർട്ടിൽ നിന്ന് ബിനി ഹാദാ ബിഹി ലമമുൻ മുൻദു 7 സിനീൻ യഖുദുഹു കുല്ല യൗമിൻ മറതൈനി. എന്റെ ഈ കുട്ടിക്ക് ജിന്നുബാധയുണ്ട്, 7 വർഷമായി എല്ലാ ദിവസവും 1-2 തവണ കുട്ടിക്കത് ബാധിക്കാറുണ്ട്. പെണ്ണെ, നിനക്ക് വഹിയുണ്ടോ? വഹിയില്ല, നീ എങ്ങനെ പറയും? തിരുത്തി കൊടുക്കേണ്ട കാര്യങ്ങൾ അപ്പൊ തന്നെ തിരുത്തി കൊടുക്കണം. എഴുത്തുമാനവി അതുകൊണ്ട് മയ്യത്ത് നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വെച്ചിട്ട് ഉമ്മു അല എന്ന സഹാബി എന്ന് പറഞ്ഞു, ഞങ്ങളുടെ അക്രമക്കല്ല, നിങ്ങൾ അള്ള ബഹുമാനിച്ചിരിക്കുന്നു. അപ്പൊ തന്നെ റസൂല് ആര് പറഞ്ഞു ഇദ്ദേഹത്തെ അള്ള ബഹുമാനിച്ചിരിക്കുന്നു? ആരാ നിനക്ക് അറിയുന്നത്? എനിക്ക് പോലും അറിയില്ലല്ലോ. അപ്പൊ തന്നെ തിരുത്തി കൊടുക്കും. അതുപോലെ റസൂല് തിരുത്തി കൊടുക്കേണ്ട വിഷയം അത് റസൂലിന് മാത്രം, വഹിയലാൾക്ക് മാത്രം തിരിച്ചറിയുന്നതാണെങ്കിൽ. അതുപോലെ ഉമ്മു സുഫർ എന്ന സഹാബി വനിത തനിക്ക് അപസ്മാരം ബാധിക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞപ്പോ അവിടെ ഉപയോഗിച്ച വാക്കെന്താലോ? ഇന്നി അഹാഫുൽ ഖബീസ അൻ യുജദിദനി. നിങ്ങൾ എനിക്കൊണ്ട് ദുആ ചെയ്യണം, അപ്പൊ നീ ക്ഷമിക്കാണ് നല്ലത്, ക്ഷമിച്ചാൽ വലിയ കൂലി കിട്ടും പരലോകത്ത്. എന്നാലും നബിയെ, ഞാൻ വീഴുമ്പോ, അപസ്മാരം ബാധിച്ച് വീഴുമ്പോ എന്റെ വസ്ത്രം നീങ്ങി പോകുന്നുണ്ട്, അതിനുവേണ്ടി ദുആ ചെയ്യണം. അതിന് ഉപയോഗിച്ച വാക്യത പിശാച് എന്റെ വസ്ത്രം നീക്കി കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ എന്റെ അപസ്മാരത്തിൽ പിശാചിന് പങ്കുണ്ടെന്ന് ആ പെണ്ണ് മനസ്സിൽ. അതെങ്ങനെ നീ പറയും? നിനക്ക് വഹിയുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. ഇത് മാത്രല്ല, പിശാച് ബാധക്കുള്ള ഒന്നാമത്തെ തെളിവൻ എന്താ? അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പിശാച് ബാധയേറ്റ് പിശാച് മറിച്ചു വീഴ്ത്തുന്നവൻ മറിഞ്ഞു വീഴുന്നത് പോലെയാണ് നാളെ പലിശ തിന്നുന്നവൻ എണീറ്റ് വരിക.
ആളുകൾക്ക് പിശാച് ബാധയേറ്റവനെ തിരിച്ചറിയാൻ ഒരു അടയാളവും ഇല്ലെങ്കിൽ അറിയാത്തൊരു സംഗതി അള്ളാന്റെ റസൂൽ ഉപമയിച്ച് പറയും, അള്ളാഹുവിന്റെ കിതാബിൽ ഉപമയിച്ച് പറയോ. അപ്പൊ ആളുകൾക്കൊക്കെ അറിയാം പിശാച് മറിച്ചു പോയിട്ടെന്നും പിശാച് ബാധ ഉണ്ടെന്നും പിശാച് ബാധയേറ്റവൻ എങ്ങനെയാണ് എണീക്കുക പിന്നെ എങ്ങനെയാ വീഴുക എന്നൊക്കെ അവിടെ മഅറൂഫായ കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു അത് ഉദാഹരണമായി പറഞ്ഞത്. ആളുകൾക്ക് പരിചയമില്ലാത്ത വഹീയുടെ നബിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും വിഷയങ്ങൾ പഠിക്കാതെ പല ആളുകളും ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ആ കുട്ടിയുടെ നബി ഇത് പറഞ്ഞപ്പോ ആ കുട്ടിയെ വായ പറഞ്ഞിട്ട് അള്ളാന്റെ ശത്രു നീ പോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് നല്ലവണ്ണം ഉമിനീര് കലർത്തി ഒരൊറ്റ ഊത്ത്. തുപ്പി എന്ന അർത്ഥത്തിലുള്ള ബസക്കയാണ്. പക്ഷേ നഫസയും തഫലയും തമ്മിലുള്ള വ്യത്യാസം, നഫസിൽ ഉമിനീര് കുറവായിരിക്കും, തഫലിൽ കൂടുതലായിരിക്കുമെന്നാണ് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ അൽ മുഫ്ഹിമിൽ മുസ്ലിമിന്റെ ശറഹിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ശബീഹും ബിൽ ബുസാഖ്, തുപ്പലിനോട് അവന് സാദൃശ്യമുണ്ട്, പക്ഷേ വഹു അഖല്ലുമിനും അതിനേക്കാൾ കുറവാണത് എന്നതും അതാണ്. അങ്ങനെ തുപ്പിയപ്പോൾ കുട്ടിക്ക് സുഖമായി, കുട്ടിയെ തിരിച്ചു കൊടുത്തു. തിരിച്ചു വന്നപ്പോ കുട്ടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോ ജിന്നുബാധയാണെന്ന് തിരിച്ചറിഞ്ഞതല്ല അവിടുത്തെ മുഅ്ജിസത്ത്. പിന്നെന്താ മുഅ്ജിസത്ത്? ജിന്നിനെ പുറത്താക്കിയതാണ് മുഅ്ജിസത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ആളുകളും ജിന്നിനെ പുറത്താക്കിയിട്ടില്ലേ? അപ്പൊ മുഅ്ജിസത്ത് പൊളിഞ്ഞോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജിന്നിനെ പുറത്താക്കിയിട്ടില്ലേ? ശൈഖ് ഉൽ വാസ് ജിന്നിനെ പുറത്താക്കിയിട്ടില്ലേ? അപ്പൊ ജിന്നുബാധയേറ്റവനെ ചികിത്സിച്ചതുമല്ല. പിന്നെയോ ഇത്ര പെട്ടെന്ന് ഒരു ഒറ്റ അതുകൊണ്ടാന്ന് പറഞ്ഞ ഒറ്റ ദിവസം കൂടിയപ്പോ പിശാച് പുറത്തു പോയി. ഇത്ര പെട്ടെന്ന് ഒരു പക്ഷേ വേറൊരാളിലൂടെ ഉണ്ടായതായി ആ സഹാബി കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സഹാബി അത് അസാധാരണ സംഭവമാക്കി അദ്ദേഹം ഉൾപ്പെടുത്തിയത്. അപ്പൊ ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല് എന്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ ആളുകൾ പല വിഷയങ്ങളും തെറ്റിദ്ധരിക്കുകയും ആ രീതിയിൽ തന്നെ പ്രചാരണം നടത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് എൽമിയായ വിഷയം എന്ന നിലയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പഠിച്ചവരും പഠിക്കാത്തവരും പഠിച്ചവർ തമ്മിൽ ഏറ്റക്കുറച്ചിലുമൊക്കെ സാധാരണമാണ്. അതൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ ഒരു എൽമിയായ സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പെട്ടെന്ന് മഴ കിട്ടി. വേറൊരാൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അത്ര പെട്ടെന്ന് മഴ കിട്ടിക്കോണമെന്നില്ല, 2-3 ദിവസം പ്രാർത്ഥിച്ചത് കിട്ടിക്കോണമെന്നില്ല. ഇത്തരത്തിൽ പെട്ടെന്ന് സംഭവിച്ചതാകാം ഈ കുട്ടിയുടെ വിഷയത്തിലെ മുഅ്ജിസത്ത്. അതുകൊണ്ടാകാം മുഹദ്ദിസുകൾ ഈ 3 കാര്യങ്ങളെയും മുഅ്ജിസത്തായി ഉൾപ്പെടുത്തിയത് എന്ന് ആ ഹദീസ് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് വിഷയങ്ങളെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷയങ്ങൾ ശരിയായി പഠിക്കാൻ നാം മുന്നോട്ട് വരണം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിനെ കുറിച്ച് പറയാം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവർ, ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വം, വഹും മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബികൾ പറഞ്ഞു, നബിയെ, ആരാണ് എന്തെങ്കിലും ഒരു ദുൽമ സ്വന്തം ശരീരത്തോട് ചെയ്യാത്തത്? അപ്പൊ നബി പറഞ്ഞു, ആ പറഞ്ഞ ദുൽമല്ല, ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞ ദുൽമ, അതായത് ശിർക്ക്. അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ വിശ്വാസത്തിൽ ശിർക്ക് കലയാതിരിക്കണം, കർമ്മത്തിൽ ശിർക്ക് കലയാതിരിക്കണം. എത്ര വലിയ മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചാലാണെങ്കിലും ശിർക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് പേടിക്കണം, അതിന് രക്ഷ നേടി നാം പ്രാർത്ഥിക്കണം. അതിന് എല്ലാ വശങ്ങളിലും, പ്രവർത്തനത്തിലോ വിശ്വാസത്തിലോ കർമ്മങ്ങളിലോ ശിർക്കിന്റെ അംശം വരുന്നതിന് നാം ഭയപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ശിർക്കിലേക്ക് പോകുന്ന എല്ലാ വഴികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് പരിത്യജിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നാം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ റസൂലിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.